ഓം ശാന്തി. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചു അനുഭവ കഥ നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെപ്പോഴും ജീവിതത്തിൽ പറയാറില്ലേ, എന്നെ മറ്റുള്ളവരെ ആദരിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് ഹൈറ്റ്സ് വേണമെന്നൊക്കെ. നിങ്ങൾക്കുള്ള ഒരു കൊച്ചു കഥയാണ് ഇന്ന്. ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു വ്യാപാരി തൻ്റെ സീറ്റിൽ തൻ്റെ കയ്യിലുള്ള മൊബൈലിൽ അദ്ദേഹത്തിന് ഒന്ന് മെസ്സേജൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഭിക്ഷക്കാരൻ വന്നു. ആ ഭിക്ഷക്കാരൻ പറയണം, സാർ എന്തെങ്കിലും എനിക്ക് തരണേന്ന് പറയാ. ഇയാൾ ഓറലായിട്ട് വെറുതെ പറയും, ഞാനൊരു വ്യാപാരിയാണ്, തന്നവനെ കൊടുക്കാറുള്ളൂ, നീ എനിക്ക് എന്തെങ്കിലും താ, ഞാൻ നിനക്കും തരാമെന്ന് പറയും. പറഞ്ഞത് ഓറലായിട്ടായിരുന്നു. പക്ഷേ ഈ വന്ന ഭിക്ഷക്കാരൻ്റെ മനസ്സിൽ അതിനുള്ളിങ്ങനെ കൊള്ളുകയാണ്. എന്താ ഞാനിപ്പോൾ ഇയാൾക്ക് കൊടുക്കാൻ, എൻ്റെ കയ്യിൽ എന്തുണ്ടായിട്ടാണ്? പക്ഷെ ആ വാക്ക് എവിടെയോ വന്ന് കൊണ്ട പോലെ അയാൾക്ക് ഫീൽ ചെയ്യും. ആ സ്റ്റേഷനിൽ അയാൾ ചുറ്റും ഇങ്ങനെ വെറുതെ നോക്കുമ്പോൾ അവിടെ ഗാർഡനിൽ കുറച്ച് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായി. അപ്പോൾ അയാൾ വിചാരിച്ചു, എന്തായാലും ഇനി എനിക്ക് ഭിക്ഷ തരുന്നവർക്കൊക്കെ ഞാൻ കുറച്ച് പൂക്കൾ കൊടുക്കുന്നു പറയും. അങ്ങനെ അയാൾ സ്ഥിരമായിട്ട് ആ സ്റ്റേഷനിൽ ആ ചെടികളെ നനയ്ക്കാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി. അതിൻ്റെ പരിസരത്തൊക്കെ കുറേ ചെടി നട്ടു. ഒരു ഭിക്ഷക്കാരൻ ചെടി നട്ട് നനയ്ക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി. ഇയാൾ എന്നും അതിൽ വിരിയുന്ന പൂക്കളെയും കൊണ്ടുവരും, ഭിക്ഷ തരുന്ന എല്ലാവർക്കും ഓരോ പൂക്കൾ കൊടുക്കും. അങ്ങനെ അയാളുടെ ഭിക്ഷാടനത്തിൻ്റെ കാര്യം നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഒരുപാട് പൂക്കളും കിട്ടാൻ തുടങ്ങി അയാൾക്ക് തോട്ടത്തിൽ നിന്ന്. ആ പൂക്കളെയൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. വീണ്ടും ഇതേ വ്യാപാരി അതേ ട്രെയിനിൽ തൻ്റെ യാത്ര തുടരുകയാണ്. അന്നും അയാൾ തിരക്കിൽ തൻ്റെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അടുത്തൊരു ശബ്ദം കേൾക്കുക, അന്ന് സാറ് പറഞ്ഞല്ലോ തന്നാലേ തരൂന്ന്, ഇത് തരാനുണ്ട് എൻ്റെ കയ്യിൽ, തരൂ എനിക്ക് ഭിക്ഷ എന്ന് പറയും. അപ്പോൾ ഇയാൾ തലയുയർത്തി നോക്കും. അപ്പോൾ ഒരു പൂവുമായിട്ടൊരു ഭിക്ഷക്കാരൻ നിൽക്കുന്നു. അപ്പോൾ ഇയാൾ അറിയാണ്ട് ഓർത്തു, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പോൾ അന്ന് സാർ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ഇങ്ങനെ, ഇതാ പുഷ്പം താങ്കൾക്ക് വേണ്ടി, എനിക്ക് ഭിക്ഷ തരുമെന്ന് പറയും. അപ്പോൾ ഇയാൾ നല്ലൊരു തുകയെടുത്ത് ഇയാളെ കയ്യിൽ വെച്ചിട്ട് പറയും, ഇപ്പം നീ ഒരു ഭിക്ഷക്കാരനല്ല, നീ ഒരു വ്യാപാരിയാണ്, അതുകൊണ്ട് വ്യാപാരികളോട് എനിക്ക് കച്ചവടം ചെയ്യാൻ ഇഷ്ടം, നിൻ്റെ പൂവിന് ഇതാ വില എന്ന് പറഞ്ഞ് നല്ലൊരു എമൗണ്ട് കൊടുക്കും. അപ്പോൾ ഇയാളെ മനസ്സിൽ അതും പോയി ടച്ച് ചെയ്യും. ഓഹോ, ഞാനിപ്പോൾ ഭിക്ഷക്കാരനല്ല, ഞാൻ വ്യാപാരിയാണ്. അങ്ങനെ അയാൾ അന്ന് ഭിക്ഷ നിർത്തി പോകുമ്പോൾ അയാളുടെ മനസ്സിൽ പിന്നെയും ചിന്ത വന്നുകൊണ്ടിരുന്നു, ഞാനൊരു വ്യാപാരിയാണ്, ഞാനൊരു വ്യാപാരിയാണ്. അയാൾ വിചാരിച്ചു, കുറച്ചുകൂടെ നല്ല പൂക്കളെ വെച്ചിട്ട് വെറുതെ പൂ കൊടുത്ത് ഭിക്ഷ യാചിക്കുന്നതിന് പകരം പൂ വിറ്റാലോ എന്ന് മനസ്സിലൊരു ചിന്ത. അങ്ങനെ പൂക്കച്ചവടം തുടങ്ങി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞു പോയപ്പോഴത്തേക്കും അയാൾ കുറേ പൂച്ചെടികൾ ഉണ്ടാക്കാനും വിൽക്കാനും തുടങ്ങി. പൂക്കളെ പല സ്ഥലത്തും കൊടുക്കാൻ തുടങ്ങി. ഒരു ഭിക്ഷക്കാരനിൽ നിന്ന് ഒരു വ്യാപാരിയായി. അങ്ങനെ അടുത്ത നഗരത്തിൽ പോയി പൂക്കളുടെ വില വാങ്ങാൻ വേണ്ടി അയാൾ പോവുകയാണ്. ഭിക്ഷക്കാരൻ മാറി നല്ല വൃത്തിയായി വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരനായിട്ട് മാറി. അങ്ങനെ ഈ വ്യാപാരി വീണ്ടും അതേ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. വ്യാപാരി വന്നിരിക്കുന്നതിൻ്റെ അടുത്ത സീറ്റിൽ പണ്ട് ഭിക്ഷക്കാരനായിരുന്ന വ്യാപാരി വന്നിരുന്നു. ഇയാളൊന്ന് നോക്കി പിന്നെയും തൻ്റെ മൊബൈൽ വർക്കിൽ പോവുക. അപ്പോൾ ചോദിച്ചു, സാറിനാണ് തിരിച്ചറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ട്, നമ്മുടെ ഫസ്റ്റ് എൻകൗണ്ടർ ആയിരിക്കുമെന്ന്. അയാൾ പിന്നെയും മൊബൈൽ ബിസി ആവുകയാണ്. അവരല്ല സാറേ, നമ്മുടെ മൂന്നാമത്തെ കൂടിക്കാഴ്ചയാണ്. അപ്പോൾ ഇയാൾ തല ഉയർത്തി അയാളെ മുഖത്ത് നോക്കി, മൂന്നാമത്തെ കൂടിക്കാഴ്ച എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് പറയാം. ആണ്, സാറിന് ഓർമ്മയുണ്ടോ പണ്ടൊരു ഭിക്ഷക്കാരൻ യാചിച്ചു വന്നപ്പോൾ പറഞ്ഞത്, പൂ കൊണ്ടു വന്നപ്പോൾ പറഞ്ഞത്, ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറയും. ആ ഭിക്ഷക്കാരനാണ് ഞാൻ. എൻ്റെ പൂക്കളെ ഞാൻ അടുത്ത നഗരത്തിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പൈസ വാങ്ങാൻ വേണ്ടി പോവുകയാണ് എന്ന്. അപ്പോൾ ഇയാൾ സന്തോഷത്തോടെ ഷെയ്ക്കൻ്റെ കൊടുത്തിട്ട് പറയും, നീ നിന്നെ എങ്ങനെ കാണുന്നോ അതുപോലെയാണ് എല്ലാവരും നിന്നെ കാണുന്നത്. നീ അന്ന് നിന്നെ ഭിക്ഷക്കാരനായിട്ട് കണ്ടു, എല്ലാവരും നിന്നെ ഭിക്ഷക്കാരനായിട്ട് കണ്ടു. അന്ന് നീ പൂ കൊടുക്കുന്നവനായി, എല്ലാവരും നിന്നെ പൂ കൊടുക്കുന്നവനായി കണ്ടു. ഇന്ന് നീ നിന്നെ വ്യാപാരിയായി കാണുന്നു, അതുകൊണ്ട് എല്ലാവരും നിന്നെ വ്യാപാരിയായി കാണും. ഞാൻ ഗാന്ധിജിയുടെ ഒരു വാക്ക് ഓർത്തു പോകും, നിങ്ങൾ നിങ്ങളുടെ ആദരവ് കളയാൻ തയ്യാറല്ലെങ്കിൽ ആർക്കും നിങ്ങളുടെ ആദരവ് നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന്. അതുകൊണ്ട് ഞാൻ എന്നെ എങ്ങനെ കാണുന്നോ അതുപോലെയാണ് മറ്റുള്ളവർ എന്നെ കാണുന്നത്. പരമാത്മ മഹാവാക്യം ഞാൻ ഒരിക്കൽ കൂടി ഓർത്തു പോവുകയാണ്. സ്വമാനം എന്നാണ് ഈശ്വര വിശ്വവിദ്യാർത്ഥി പദത്തിന് പറയുന്നത്. സ്വമാനം എന്ന് വെച്ചാൽ അർത്ഥം സ്വയം, ഞാൻ, എനിക്ക് നൽകുന്നതായിരിക്കുന്ന വില, എനിക്ക് നൽകുന്നതായിട്ടുള്ള റെസ്പെക്റ്റ്. ആ റെസ്പെക്റ്റ് എത്രയാണോ അതാണ് മറ്റുള്ളവർ എനിക്ക് തരുന്ന റെസ്പെക്ട്. അതുകൊണ്ട് ഈശ്വരൻ ദിവസവും തൻ്റെ സത്സംഗത്തിൽ നമ്മളെ വിളിക്കുക മധുരമായ മക്കളെ എന്നാണ്. ഈശ്വരൻ സ്നേഹസാഗരനാണ്. ആ മാധുര്യത്തിൻ്റെ അതേ അവസ്ഥയിൽ തൻ്റെ മക്കളെ കണ്ടുകൊണ്ട് പറയും, മക്കളെ ഞാൻ എങ്ങനെ നിങ്ങളെ കാണുന്നു അതുപോലെ നിങ്ങൾ നിങ്ങളെ കാണൂ, ഈ ലോകം സ്വർഗമായി മാറുമെന്ന്. അതുകൊണ്ട് ഈശ്വരൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വന്തം ഗുണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗുണത്തിൻ്റെ ആധാരത്തിൽ, ശക്തിയുടെ ആധാരത്തിൽ നമ്മുടെ തന്നെ സമ്പൂർണ്ണ സ്വരൂപത്തിൽ നമ്മളെ കാണാൻ തുടങ്ങുമ്പോൾ ഈ ഭൂമിയിൽ എല്ലാവരും നിങ്ങളെ ദേവത എന്ന് വിളിക്കാൻ തുടങ്ങും. ഈ ലോകം സ്വർലോകമായി മാറും. അതുകൊണ്ട് ഈ ഭൂമിയെ സ്വർഗമാക്കാൻ വേണ്ടി മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട.
എന്നെ ഞാൻ ആ ദേവതയെപ്പോലെ കാണുക, എൻ്റെ കർമ്മം ആ ദേവതയെപ്പോലെ ആക്കുക, എന്നെ ഞാൻ മൂല്യം കൊടുക്കുക. എന്നാൽ നമുക്കെല്ലാവരും മൂല്യം തരും. നിങ്ങളുടെ ജീവിതം സ്വർഗമായി മാറും, ഈ ലോകം സ്വർഗമായി മാറും. അത്തരമൊരു ശ്രേഷ്ഠമായിരിക്കുന്ന കർമ്മത്തെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈശ്വരീയ വിശ്വവിദ്യാലയം പ്രവർത്തിക്കുന്നത്. ആ മഹത്തായ കർത്തവ്യത്തിൽ, മഹത്തായ ഉദ്ദേശത്തിൽ നിങ്ങൾക്കും പങ്കുചേരാനാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.